ഇന്നേ പച്ചമുളക് പറിക്കാനായിട്ട് ഇറങ്ങിയതാണ്. കുറെ പഴുത്ത മുളക് കൊണ്ട് പച്ചയുണ്ട്. നമ്മൾ വിളവെടുപ്പൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അതുകൊണ്ട് രണ്ടും വേറെ വേറെ പറിക്കാൻ ഇതാ 2 മുറ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഇവിടെയൊക്കെയാണ് നമ്മൾ പച്ചമുളക് നട്ടിട്ടുള്ളത്. ഇതൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ ഇഷ്ടംപോലെ പച്ചമുളക് പറിക്കുന്നതിനൊക്കെ കാണിച്ചതാണ്. ഇപ്പൊ കണ്ടോ, നല്ല പഴുത്തത് കൊണ്ട് പച്ചയുണ്ട്. ഏകദേശം വിളവെടുപ്പും കഴിഞ്ഞ് ചെടിയൊക്കെ ഒരു കരുത്തൊക്കെ പോയി നിൽക്കാണ്. പുതിയ തെളുപ്പൊക്കെ വരുന്നുണ്ട്. എന്നാലും ആദ്യം ഉണ്ടായ അത്രയൊന്നും ഇനി മുളക് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങോട്ടൊക്കെ നോക്ക്, കുറെ പഴുത്തതൊക്കെ കാണാം. പഴുത്തിട്ട് മുളകൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അടിഭാഗത്തൊക്കെ വീണെടുക്കുന്നതാണ്. ഇവിടെ കണ്ടില്ലേ, മുളക് ഇങ്ങനെ പഴുത്ത് വീണതാ. അതൊക്കെ പെറുക്കി വെക്കണം. അതാ ഇവിടെയൊക്കെ ഉണ്ടല്ലോ, അടിപൊളി മുളക്. അപ്പൊ അങ്ങോട്ടൊക്കെ ഉണ്ട്. അങ്ങോട്ടൊക്കെ കാണുമ്പോൾ നമുക്ക് കുറെ ചീരയായിട്ടൊക്കെ കാണാം. ഇത് നമ്മൾ വിത്തിനായിട്ട് നിർത്തിയ ചീരയാണ്. ഇതിന്റെ ഇടയ്ക്കൊക്കെ പടുമുളയായിട്ട് വന്ന ചീരയൊക്കെ നമ്മൾ മുറിച്ചതിന് ശേഷം ലാസ്റ്റ് നമ്മൾ പൂക്കുന്ന സമയത്ത് ഇങ്ങനെ നിർത്തും വിത്തിനായിട്ട്. അതിൻ്റെ ഉള്ളിലൊക്കെ പോയിട്ട് കുറേ മുളക് പറിക്കാനുണ്ട്. അതിലൊക്കെ നോക്കി നല്ല വലിയ മുളക് ഉണ്ടോ. ഇതാ ഇവിടെ സൂപ്പർ പറിക്കുക. അടിപൊളി പഴുത്ത മുളക്. നമ്മൾ പച്ചക്കറി കൊടുക്കുന്നതിൽ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ് പച്ചമുളക്. അപ്പൊ നമ്മളിപ്പോൾ ഇതിൽ നല്ല കരുത്തുള്ള ചെടികൾ ഇവിടെ നിർത്തും. അതൊന്ന് പ്രൂൺ ചെയ്ത് കൊടുത്താൽ വീണ്ടും നല്ല ഉണ്ടാവും. മോശമായ തൈകൾ മാറ്റിയിട്ട് അവിടെ നമ്മൾ പുതിയ തൈകൾ വെച്ചും കൊടുക്കും. എന്നാൽ മാത്രമേ നമുക്ക് ഫുൾ ടൈം പച്ചമുളക് വിളവെടുക്കാൻ കഴിയുള്ളൂ. ഇന്ന് പറിക്കുന്ന മുളകിൽ പച്ചയൊക്കെ നമുക്ക് കൊടുക്കാനുള്ളതും പഴുത്തതേ നമുക്ക് ഉണക്കിയെടുക്കാനാണ്. ഞങ്ങൾ ഇങ്ങനെ കിട്ടുന്ന പഴുത്ത മുളകുകളൊക്കെ എടുത്ത് വെച്ചിട്ട് കുറച്ച് കൂടുതലാവുമ്പോഴാണ് ഉണക്കിയെടുക്കൽ കേട്ടോ. അതുകൊണ്ട് എന്തായിരുന്നറിയാം, നമുക്ക് എന്താ അടിപൊളി മുളക് കിട്ടും. നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളകൊന്നും ചില സമയം ക്ലിയറായി കിട്ടൂല. നമ്മൾ തന്നെ ആകുമ്പോൾ നമുക്ക് നല്ല ഫ്രഷ് മുളക് പൊടിയാക്കാനും കഴിയും. പച്ചമുളക് കൂടുതൽ ആളുകൾ വാങ്ങിക്കാനുള്ള കാരണം തന്നെ എന്താ അറിയോ, ഇതാകുമ്പോൾ നമുക്ക് കുറേ കാലം വാടാതെ അങ്ങനെ നിൽക്കും. നല്ല ഉറപ്പിൽ നിൽക്കും. ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നിൽക്കും. കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നത് പെട്ടെന്ന് വാടിപ്പോവും, പിന്നെ അലുത്തു പോകും. അതൊക്കെ രാസവളമൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട് മുളകുകളൊന്നും അത്ര ക്ലിയറായി കിട്ടില്ല. നമ്മൾ പിന്നെ സ്ലറി മാത്രം അങ്ങനെ അടിച്ചു കൊടുക്കുന്നതുകൊണ്ടേ എപ്പോഴും ഓർഗാനിക്കായി ചെയ്യുമ്പം പച്ചമുളക് നല്ല ഉറപ്പിൽ നിൽക്കും. അതുകൊണ്ട് എല്ലാവർക്കും ഇതൊക്കെ എടുത്തു വെക്കാൻ കഴിയും കുറേ ദിവസമൊക്കെ. നല്ല വെയിലത്തായിരുന്നു നമ്മൾ മുളക് പറി. അപ്പൊ നമുക്ക് ഇത്രയും മുളക് കിട്ടിയിട്ടുണ്ട്. ഒരു മുറത്തിൽ പച്ചമുളകും ഒന്നിൽ നല്ല പഴുത്ത മുളകും. ഉണക്കമുളകിനൊക്കെ മാർക്കറ്റിൽ ഇപ്പം 300 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട്. അപ്പൊ നമ്മൾ മുളക് കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്കിതാ ഇതുപോലെയുള്ള പഴുത്ത മുളക് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ നല്ല ഉണക്കി കഴിഞ്ഞാൽ നമുക്ക് മുളക് പൊടി ആക്കാനുള്ള മുളക് നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് നല്ല അടിപൊളി മുളക് പൊടിയും കിട്ടും.